അമ്മയിൽ നിന്ന് വേർപെട്ട ആനക്കുട്ടിക്ക് തുണയായി എത്തിയ തമിഴ്നാട് വനം വകുപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈറോഡ് ജില്ലയിലെ സത്യമംഗലം കടുവാ സങ്കേതത്തിലെ പന്നാരി വനത്തിലാണ് കൂട്ടം തെറ്റി കുഴിയിൽ വീണ കുട്ടിയാനയ്ക്ക് വനപാലകർ രക്ഷകരായത്. കുട്ടിയാനയെ തിരിച്ചെടുത്ത് തിരികെ ആനക്കൂട്ടത്തിൽ എത്തിക്കുകയും ചെയ്തു കേട്ടോ. ഒടുവിൽ സന്തോഷത്തോടെ കാട്ടിലേക്ക് മടങ്ങിയ കൂട്ടം. വിനയുണ്ണിയാണ് നമ്മുടെ കൂടെയുള്ളത്. വിനയ്, ശരിക്കും തമിഴ്നാട് വനം വകുപ്പിന് ഒരു ആശംസ അല്ലെങ്കിൽ ഒരു കയ്യടിയൊക്കെ നൽകാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒന്ന്, ഈ ആനകൾ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, റോഡൊക്കെ മുറിച്ച് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപാണ് ഈ ചികിത്സിച്ച് കുറച്ച് പെലിക്കണലുകളൊക്കെ പറത്തിവിട്ട കാര്യം വിനയ് തന്നെ ഈ തത്സമയം റിപ്പോർട്ടറിൽ പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ ഈ ആനക്കുട്ടിയുടെ ആ ഒരു കഥ എന്താണ്? തമിഴ്നാട് വനം വകുപ്പിനെ എല്ലാവരും പ്രശംസിക്കുന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. തമിഴ്നാട് വനം വകുപ്പിന്റെ ഒട്ടേറെ നല്ല കഥകൾ നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അധ്യായത്തിലേക്ക് ഒരു ഏട് കൂടി ചേർക്കുകയാണ് സത്യമംഗലം കാട്ടിൽ ഈ കുട്ടിയാനയുടെ വാർത്ത. സത്യമംഗലത്തിനടുത്തുള്ള ഒരു ഉൾക്കാട്ടിലാണ് ഇത്തരത്തിൽ ഒരു കുട്ടിയാനയെ കൂട്ടം തെറ്റി അമ്മയെല്ലാം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു കുഴിക്കകത്തു നിന്നാണ് ഈ വനപാലകർ കണ്ടെത്തിയത്. ആദ്യം പ്രദേശത്തെ വനവാസികളാണ് ആദ്യം ഈ വിവരം വനപാലകർ അറിയിച്ചു. പിന്നീട് വനപാലകർ എത്തി കുട്ടിയാനയ്ക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി. തുടർന്ന് കുട്ടിയാനയെ ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് ഈ ആനക്കൂട്ടത്തെ കണ്ടെത്താൻ വേണ്ടിയ ഒരു ശ്രമം വനപാലകരുടെ അടുത്തുനിന്നുണ്ടായി. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് ആനക്കൂട്ടത്തെ കണ്ടെത്തി കുട്ടിയാനയെ സുരക്ഷിതമായി ഈ ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വിടുകയായിരുന്നു. തുടർന്ന് കുട്ടിയാന ഈ അമ്മയാനോടൊപ്പം ഈ ആനക്കൂട്ടത്തിനൊപ്പം തിരികെ കാട് കയറി. എന്തായാലും വളരെയധികം പോസിറ്റീവ് നിറഞ്ഞ ഒരു കഥയാണ് സത്യമംഗലത്ത് നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് തീർച്ചയായും